പുട്ടുപൊടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വേഗം ഉടനെ നമുക്ക് മാർക്കറ്റിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി പുട്ടുണ്ടാക്കി എടുക്കാം. അതിന് കുറച്ച് സമയം ഉണ്ടാക്കിയാൽ മതി, അധികം സമയമൊന്നും ആവശ്യമില്ല. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചരിയാണ് നല്ലതും, പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആ വെള്ളം നമ്മൾ പച്ചരി നല്ലോണം കഴുകി വെള്ളത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നല്ലൊരു അരിപ്പയിൽ വെള്ളം വാലാൻ വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം വാർന്നതിന് ശേഷം അത് നമ്മളൊരു സ്റ്റീമറിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് സ്റ്റീം ചെയ്യുക. ഒരു 10-15 മിനിറ്റ് മതിയാവും. ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് നമ്മൾ പൊടിക്കുക, മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി, കുറച്ചൊന്ന് ചൂടാറണേ. എന്നിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തരിതരിപ്പോട് കൂടിയിട്ട് നല്ല പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഈ പുട്ടുപൊടി നമുക്ക് അപ്പം തന്നെ കുഴച്ചെടുക്കുക, അത് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുക്കുക, നമ്മൾ ചട്ടിയിലിട്ട് നമ്മൾ സാധാരണ പുട്ട് വറുത്ത് പൊടിക്കുക എന്നൊക്കെ പറയില്ലേ, അതൊന്നും ആവശ്യമില്ല. പുട്ടുപൊടി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്കത് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇടുക, പുട്ടുകുറ്റിയിൽ തേങ്ങ ഇടുക, പുട്ടുപൊടി നമ്മൾ ഉണ്ടാക്കിയ പുട്ടുപൊടി ഇടുക. നല്ല സ്വാദിഷ്ടമായ പുട്ടുപൊടിയാണ്. അതിന് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നല്ല പുട്ടുപൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.